നമ്മൾ പലപ്പോഴും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നു. അതായത് നമ്മൾ റിലേഷൻഷിപ്പിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തികൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എൻഡ് ആയി പോകും, ബ്രേക്കപ്പ് ആയി പോകും. അതുപോലെ നമ്മളൊരു കരിയറിന് വേണ്ടി, ഒരു ജോബിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ജോബ് കൂടെ നഷ്ടപ്പെടുക. ഇങ്ങനെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറേ പേര് അനുഭവിച്ചിട്ടുള്ളതുമാണ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വേറെ എവിടെയോ ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു അന്യ വ്യക്തിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ആ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയെ പോലെ, അച്ഛനെ പോലെ, അതിലും അപ്പുറം ഒരു ഗുരുവിനെ പോലെ എല്ലാമാണ് ആ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിനെ അറിയാവൂ നമുക്ക് എന്താണ് നല്ലത്, എന്താണ് മോശമായതെന്ന്. ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ചില വ്യക്തികളെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നമുക്ക് ഒട്ടും ആപ്റ്റ് അല്ലാത്ത, നമുക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. നമ്മുടെ ഒരു വൈബ്രേഷനായിട്ട് ഒരിക്കലും കണക്റ്റ് ആവാത്ത, ഒരു ലോ വൈബ്രേഷനിലുള്ള ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിയോടൊപ്പമുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സക്സസോ സമാധാനമോ സന്തോഷമോ തരാൻ കഴിയില്ലെന്ന് ഈ പ്രപഞ്ചത്തിന് മാത്രമേ അറിയാവൂ. അതുകൊണ്ടാണ് ആ പ്രപഞ്ചം നമ്മുടെ അമ്മയെ പോലെ, അച്ഛനെ പോലെ, ഒരു ഗുരുവിനെ പോലെ വന്ന് ആ വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. അത് ഈ വ്യക്തികൾ മാത്രമല്ല, എന്ത് കാര്യമായാലും നമ്മുടെ ഒരു ഗുരു അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, അവരാരായാലും എന്താണ് ചെയ്യുക? നമുക്ക് എപ്പോഴും നല്ലത് വരണമെന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുകയുള്ളൂ. അല്ലാതെ ഇവർ ആഗ്രഹിച്ച് കേൾക്കുന്നു, അതുകൊണ്ട് എന്തായാലും പ്രശ്നമല്ല, ഇവർക്ക് കൊടുക്കാമെന്ന് അവർ ചിന്തിക്കുമോ? ഇല്ല. ചില സമയം പല സയൻസും കാണിച്ചു തന്നു നീ പോകുന്ന റൂട്ട് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചാലും നമുക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ തട്ടൊക്കെ തന്ന്, ചില പണിഷ്മെന്റ് ഒക്കെ തന്ന് നമ്മളെ ആ ഒരു കറക്റ്റ് റൂട്ടിൽ കൊണ്ടുവരും. അതാണ് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. മൊത്തത്തിൽ ഈ പ്രപഞ്ചശക്തി, ആ ഈശ്വരൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മളെ പല സത്യങ്ങളും മനസ്സിലാക്കി തരിക, നമ്മളെ ശരിയായ റൂട്ടിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ആ പണിഷ്മെന്റ് ആ സമയത്ത് നമുക്ക് കഷ്ടമായിട്ട് തോന്നും. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് ഓവർകം ചെയ്ത് നമ്മൾ ആ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുകയും നമ്മൾ തിരിഞ്ഞു നിന്ന് അതിനെല്ലാത്തിനും ഹാറ്റ്സ് ഓഫ് പറയുകയും ചെയ്യും. മൊത്തത്തിൽ ഭഗവത്ഗീതയിൽ നമ്മുടെ കൃഷ്ണ ഭഗവാൻ പറയുന്നത് പോലെ എന്ത് നടക്കുന്നോ എല്ലാം നല്ലതിന് മാത്രം. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അങ്ങനത്തെ ട്രാജഡികൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എൻ്റെ നല്ലതിനാണെന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുക.